Oxford Academy. Tuition for SSLC 9th Standard, 10th Regular and Holiday Batches. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി. ഫോർ അഡ്മിഷൻ കോൺടാക്ട് 9956914008. ഹലോ മക്കളെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജഹാന മാനോഫ്. അപ്പോൾ എല്ലാവരും കെമിസ്ട്രി എക്സാം കഴിഞ്ഞു, ബയോളജിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മളെ 1 മുതൽ 8 വരെയുള്ള പാഠമുണ്ട് അല്ലേ. ഇതിൽ സാധാരണ എല്ലാ വർഷങ്ങളും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന ടോപ്പിക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ടോപ്പിക്കുകൾ മാത്രം ഒന്ന് പറഞ്ഞുതരാം. അതൊക്കെ എല്ലാവരും പഠിച്ചോന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. നിർബന്ധമായിട്ടും പഠിക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കല്ല കേട്ടോ. ഇനിയുണ്ട് നിങ്ങൾക്ക് സോഷ്യൽ എക്സാം ഒക്കെ വരാനില്ലേ. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ നോക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് ആണ് അല്ലേ, അറിയാനും പ്രതികരിക്കാനും. അപ്പോൾ ഞാൻ 2 മീഡിയത്തിനും കൂടെ PDF എടുത്തിട്ടില്ല. എല്ലാം പേജ് നമ്പറൊക്കെ സെയിം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും നിങ്ങളെ ബുക്ക് എടുത്തിട്ട് അതിൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. മനസ്സിലാക്കി വെക്കണം. ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുള്ളത് ഓരോരുത്തർ ചോദിക്കും. പാസ്സാവാൻ എത്ര പാഠം പഠിക്കണം, പകുതി മാർക്ക് കിട്ടാൻ എത്ര പാഠം, 4 പാഠത്തിൽ ഇമ്പോർട്ടൻറ്റ് പറഞ്ഞുതരും, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ എല്ലാ പാഠത്തിലെയും ഇമ്പോർട്ടൻസ് പറഞ്ഞുതരാം. ബയോളജി ആകുമ്പോൾ ഇന്നത് മാത്രം വരുന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഒന്നും പറ്റില്ല. എവിടുന്ന് വേണമെങ്കിലും വരും. എന്നാലും എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് വന്ന കുറച്ച് ക്വസ്റ്റ്യൻ്റെ ടോപ്പിക്കുകൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്, അറിയാനും പ്രതികരിക്കാനും എന്നുള്ള ചാപ്റ്ററിൽ ഈ ഒരു സംഭവം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മൾ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, ന്യൂറോണിൻ്റെ ഘടന. ഈ ഘടന തരും. ചിലപ്പോൾ പകർത്തി വരയ്ക്കാനുണ്ടാവും, ഭാഗങ്ങൾ അടയാളപ്പെടുത്താനുണ്ടാവും, ഫംഗ്ഷൻ തന്നിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ, അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ന്യൂറോണിൻ്റെ കാര്യം പഠിച്ചു വയ്ക്കാം. ഏതൊക്കെയോ 1 or 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഈ ഒരു പിക്ചർ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ഇമ്പൾസ്, ആവേഗങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ ചിത്രം ഉണ്ടല്ലോ, അത് തന്നിട്ട് എന്താ സംഭവം, എങ്ങനെയാണ് ഇവിടെ ചാർജ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ആവേഗം ഉണ്ടാവുന്നത് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട വേറൊരു സംഭവമാണ് നമ്മുടെ സിനാപ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. സിനാപ്സുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. ഇനി നെർവ്സും കാര്യങ്ങളൊക്കെ ഓർക്കുക. പിന്നെ ഇതാ നെർവസ് സിസ്റ്റം, നാഡീവ്യവസ്ഥ. ഇതൊരു ഫ്ലോ ചാർട്ട് പോലെ സാധാരണ വരാൻ ചാൻസ് കൂടുതലുള്ളൊരു കാര്യം കേട്ടോ, നാഡീവ്യവസ്ഥയുടെ കാര്യങ്ങൾ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിനെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു സെക്ഷനാണ് ഇത്. ബ്രെയിനിൻ്റെ ചിത്രം തരും, എന്നിട്ട് ABCD എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ 4 ഭാഗങ്ങളുടെ ഫംഗ്ഷൻസ് തരും. ഈ ഫംഗ്ഷൻ ചെയ്യുന്ന ഭാഗം ഈ പിക്ചറിൽ അടയാളപ്പെടുത്താൻ, റീഡ്രോ ചെയ്തിട്ട് ചിത്രം പകർത്തി വരച്ചിട്ട് അടയാളപ്പെടുത്താൻ അധികവും ചോദിക്കാറുണ്ട്. അത് ബ്രെയിൻ ആയിരിക്കും, മസ്തിഷ്കമായിരിക്കും ഒന്നുകിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കണ്ണായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ ചെവി ചോദിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി വന്നിട്ട് നമ്മളെ നമ്മുടെ റിഫ്ലക്സ് ആക്ഷൻ, അതായത് പ്രവർത്തനം, റിഫ്ലക്സ് ആക്ഷൻ്റെ ഫ്ലോ ചാർട്ട് ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊന്നാണ് സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് സിസ്റ്റം. സിമ്പതറ്റിക്കിലും പാരാസിമ്പതറ്റിക്കിലുള്ള കാര്യങ്ങൾ കാണാണ്ട് പഠിക്കുവാണെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് മാത്രം, ഈ ഒരു ഭാഗം മാത്രം പഠിച്ചാൽ മതി. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പാരാസിമ്പതറ്റിക്കിൽ ഉണ്ടാവുക. ഏതെങ്കിലും ഒരു സെക്ഷൻ മാത്രം പഠിക്കുക കേട്ടോ. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ. അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി. അതായത് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരിക്കും, എങ്ങനെയായിരിക്കും ഒരു വ്യക്തിയുടെ രോഗലക്ഷണങ്ങൾ ഇന്ന കാര്യങ്ങളാണ്, ഈ രോഗിയുടെ രോഗം ഏതാണ്, രോഗകാരണം എന്താണ്, അല്ലെങ്കിൽ സിംറ്റംസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ രോഗകാരണം എന്താണെന്ന് ചോദിക്കാം. ഇനി അതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പം ചോദിക്കാവുന്ന എന്തായിരിക്കും, പോലെ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങൾ ഏതൊക്കെയാണ്, അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചോന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ രണ്ടാമത്തെ പാഠം എന്ന് പറയുമ്പോൾ കണ്ണ്, നമ്മുടെ സെൻസ് ഓർഗൻസിൻ്റെ പാഠമാണ് അല്ലേ. അതിൽ കണ്ണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. കണ്ണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. കണ്ണിൻ്റെ പാർട്സ്, ചിത്രങ്ങൾ വരയ്ക്കാൻ പഠിക്കുക, പാർട്സ് അടയാളപ്പെടുത്താൻ പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ ബ്രെയിനിൻ്റെ പോലെ തന്നെ ABCD ഇട്ടിട്ട് 3-4 ക്വസ്റ്റ്യൻസ് വരും, 3-4 ഭാഗങ്ങളുടെ ഫംഗ്ഷൻസ് വരും, അല്ലെങ്കിൽ 3 ഭാഗങ്ങളുടെ ഫംഗ്ഷൻ വരും. ചിത്രം വരയ്ക്കുന്നതിന് 1 മാർക്ക് കേട്ടോ, ചിത്രം പകർത്തി വരയ്ക്കുന്നതിന് 1 മാർക്കും അടയാളപ്പെടുത്തുന്നതിന് 1 മാർക്കും വെച്ചിട്ട് അങ്ങനെയാണ് ഇതിന് മാർക്ക് ഉണ്ടാവുക. അപ്പോൾ കണ്ണ് നിർബന്ധമായിട്ട് പഠിക്കുമല്ലോ. ഓക്കെ. നമുക്ക് മെയിനായിട്ട് ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ യെല്ലോ സ്പോട്ട്, പിന്നെ ഒപ്റ്റിക് നെർവ്, ബ്ലൈൻഡ് സ്പോട്ട്. അതായത് യെല്ലോ സ്പോട്ട് എന്ന് പറഞ്ഞാൽ പീതബിന്ദു, അന്ധബിന്ദു, ഒപ്റ്റിക് നെർവ്, നേത്രനാഡി, അതുപോലെ തന്നെ നമ്മൾ കോർണി അടയാളപ്പെടുത്താൻ, ഇതൊക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അത് പഠിച്ചു വെക്കണേ. പിന്നെ നമ്മൾ കണ്ണിൻ്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു ചിത്രം നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, വരില്ല എന്ന് വിചാരിക്കുക, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. ലോങ് ഒബ്ജക്ട് നെയിം, അതുപോലെ തന്നെ അടുത്തുള്ള ഒബ്ജക്റ്റും കാണുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു വെക്കുക. സാധാരണ ചോദിക്കാറുണ്ട്. മിക്സ് ചെയ്തിട്ട് തരും, എന്നിട്ട് സ്യൂട്ടബിൾ ഹെഡിങ് കൊടുത്തിട്ട് 2 കോളാക്കാൻ പറയും. അതായത് ഇതിൽ നിന്ന് 2 പോയിന്റും ഇതിൽ നിന്ന് 2 പോയിന്റും കൂടെ മിക്സ് ചെയ്ത് ടോട്ടൽ 4 പോയിന്റ്സ് തരും. ഓക്കെ. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും അനുയോജ്യമായ തലക്കെട്ട് കൊടുത്തിട്ട്, ഹെഡിങ് കൊടുത്തിട്ട് ഇതിനെ കോളങ്ങളാക്കി മാറ്റുക. അപ്പോൾ ഒന്ന് ദൂരെയുള്ള വസ്തുവിനെ കാണുമ്പോൾ ഉള്ളതായിരിക്കും ഹെഡിങ്, അടുത്തുള്ള വസ്തുവിനെ കാണുമ്പോൾ
ചെയ്യുമ്പോഴുള്ള മാറ്റങ്ങളായിരിക്കും കേട്ടോ, അത് പഠിച്ചു വെക്കാം. പിന്നെ എക്സാമിന് സാധാരണ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 വേർഡ് സെഷനിലും 2 മാർക്ക് സെഷനിലും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചിത്രം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. അതായത് നമ്മുടെ റോഡ് സെല്ലും കോൺ സെല്ലും, റോഡ് കോശവും കോൺ കോശവും, ഈ കോശങ്ങളുടെ ഫങ്ഷൻസും കാര്യങ്ങളും അതിൻ്റെ ഷേപ്പ്, ഏത് കളറിലുള്ള കാഴ്ച തരും, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക കേട്ടോ. ഈ ഒരു ടോപ്പിക്കൊക്കെ മസ്റ്റാണ് കേട്ടോ, ഒഴിവാക്കി വിടരുത്. പിന്നെ ലാസ്റ്റ് വൺ നമ്മളെ ഫ്ലോ ചാർട്ടാണ്. ഈ ഫ്ലോ ചാർട്ട് തന്നെ വെച്ചിട്ട് വേണം ഇനിയുള്ള എല്ലാ ഫ്ലോ ചാർട്ടുകളും ഇതുപോലെ പഠിക്കാം. നമുക്ക് കണ്ണിലൂടെ കാഴ്ച അറിയുന്ന ഫ്ലോ ചാർട്ട് ഉണ്ട്, ചെവിയിലൂടെ കേൾക്കുന്നതിൻ്റെ ഫ്ലോ ചാർട്ട് ഉണ്ട്, സ്മെല്ല് അറിയാം, ഗന്ധം അറിയുന്നതിൻ്റെ ഫ്ലോ ചാർട്ട് ഉണ്ട്, ടേസ്റ്റ് അറിയുന്നതിൻ്റെ ഫ്ലോ ചാർട്ട് ഉണ്ട്, സ്കിന്നിൻ്റെ അങ്ങനെ സാധാരണ ചോദിക്കാറില്ല. പിന്നെ ശരീര തുലനനില പാലിക്കുക, അതായത് ബോഡി ബാലൻസിങ്ങിൻ്റെ ഫ്ലോ ചാർട്ട് ഉണ്ട്. 5 ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് വേണേലും വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ തന്നിട്ട് ഫില്ല് ചെയ്യാം, ബ്ലാങ്ക് ആയ ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിക്കാം, ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് എഴുതാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടിലുള്ള എല്ലാ പോയിന്റ്സും കൂടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ട് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പറയാം, എങ്ങനെ വേണേലും ചോദിക്കാം കേട്ടോ. ഫ്ലോ ചാർട്ട് പഠിച്ചു വയ്ക്കാം കേട്ടോ. അതേപോലെ നിങ്ങൾ ഈ ഡിസീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡിസീസ് എല്ലാം പഠിച്ചോ, ഇന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, ഏത് വേണേലും വരാം. നൈറ്റ് ബ്ലൈൻഡ്നെസ്സും അതുപോലെ തന്നെ സിറോഫ്താൽമിയും തമ്മിൽ കമ്പയർ ചെയ്യുക. രണ്ടും വൈറ്റമിൻ എയുടെ കുറവ് തന്നെയാണ് വരുന്നത്, പക്ഷേ രണ്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. ഗ്ലോക്കോമ പറയുമ്പോൾ ഗ്ലോക്കോമയ്ക്ക് ലേസർ സർജറി റെമഡി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. ഐ ഡിസീസ്, കണ്ണിൻ്റെ അസുഖങ്ങൾ പഠിക്കുക കേട്ടോ. ദെൻ ചിത്രത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൽ ചിത്രം വന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ചെവിയുടെ സെക്ഷൻ കേട്ടോ, ചെവിയുടെ ടോപ്പിക്. ഈ ചെവിയുടെ ടോപ്പിക് ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ABC എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ഭാഗങ്ങൾ ചെയ്യുന്ന ഫംഗ്ഷൻ തന്നിട്ട് എഴുതാൻ പറയാം. ഇതിൽ കൂടുതലും ചാൻസ് ഉള്ളത് ഫ്ലോ ചാർട്ട് തന്നെയാണ് കേട്ടോ. ചെവിയുടെ കൂടുതലും ചാൻസ് ഫ്ലോ ചാർട്ട് തന്നെയാണ്. ചെവിയുടെ പാർട്സും ഫംഗ്ഷൻസും പഠിച്ചു പോവാം കേട്ടോ. പിന്നെ നിങ്ങൾ ഫ്ലോ ചാർട്ട് ഉണ്ട്, ഫ്ലോ ചാർട്ടും പഠിച്ചു പോവാം. ചെവിയുടെ ടോപ്പിക്ക് തന്നെ നിങ്ങൾ എന്തും കൂടെ പഠിക്കണം, നമ്മളെ ഈ സെമി സർക്കുലർ കനാലും വെസ്റ്റിബ്യൂളും ഒക്കെ ചേർന്നുകൊണ്ട് ഉണ്ടാകുന്ന ബോഡി ബാലൻസിങ്, ശരീര തുലനനില പാലിക്കുന്ന എങ്ങനെയാണെന്ന് പഠിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ടേസ്റ്റിൻ്റെ ഫ്ലോ ചാർട്ട്, എല്ലാം ഫ്ലോ ചാർട്ട് മാത്രം പഠിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ പിക്ചറും അതുപോലെ ഈ പിക്ചറും കണ്ടാൽ മനസ്സിലാക്കാൻ, ഇത് ഗന്ധം അറിയുന്നതാണ്, ഇത് രുചി അറിയുന്നതാണ് കേട്ടോ. ഏത് ആവേഗങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കാണുന്നൊരു ടോപ്പിക്കാണിത്, മറ്റ് ജീവികളിലെ സെൻസ് ഓർഗൻസ്, ജ്ഞാനേന്ദ്രിയങ്ങൾ, അതായത് ഐ സ്പോട്ട്, പ്ലനേറിയൽ, ഹൗസ് ഫ്ലൈല്, ഷാർക്ക്, സ്നേക്ക്, അതായത് പ്ലനേറിയ, ഈച്ച, പിന്നെ സ്രാവ്, പാമ്പ്, ഈ പറഞ്ഞ സാധനങ്ങളിലൊക്കെയുള്ള അവയവങ്ങളുടെ പേര്. അത്രയാണ് നമ്മൾ രണ്ടാമത്തെ പാഠത്തിലുള്ളത് കേട്ടോ. ഇനി നമ്മൾ മൂന്നാമത്തെ പാഠം വന്നിട്ട് ഹോർമോൺസിൻ്റെ ചാപ്റ്ററാണ്. ഈ ഒരു ചിത്രം ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. അത് സാധാരണ അധികം ഒന്നും ചോദിക്കില്ല, എന്നാലും വരാറുണ്ട്. പിന്നെ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളെ ഇൻസുലിൻ ഗ്ലൂക്കഗോൺ സെക്ഷൻ. ഇൻസുലിൻ എന്താ, ഇൻസുലിൻ്റെ ഫംഗ്ഷൻ, ഗ്ലൂക്കഗോണിൻ്റെ ഫംഗ്ഷൻ, നമ്മളെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ്, ഗ്ലൂക്കോസിനെ ക്രമീകരിക്കുന്ന രീതി, ഡയബറ്റീസ്. ഓക്കെ, ആ സെക്ഷനിൽ അത്രയും ടോപ്പിക്കിൽ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. അത്രയും ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രമേഹം എന്താ, പ്രമേഹത്തിൻ്റെ കാരണം എന്താ, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ചിലപ്പം ചോദിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ 2-3 വ്യക്തികളുടെ ഗ്ലൂക്കോസിൽ, രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ സാമ്പിൾ നോക്കിയിട്ട് എമൗണ്ട് പറയും, ഇത്ര ഗ്രാം ഉണ്ട് അല്ലെങ്കിൽ ഇത്ര മില്ലിഗ്രാം ഉണ്ട് എന്നുള്ളത് പറയും. അതിൽ ആർക്കാണ് ഡയബറ്റീസ്, പ്രമേഹം ഉള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, അങ്ങനെയൊക്കെയാണ് ചോദിക്കാറുള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ഗോയിറ്റർ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഗോയിറ്റർ ഒന്ന് വായിച്ച് വെക്കുക. ദെൻ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് ഇത്, നമ്മൾ അഡ്രിനൽ ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്രന്ഥിയുടെ ഹോർമോണുകൾ. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കേണ്ടത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗ്രന്ഥികളുടെ പേര്, അവരുടെ ഹോർമോണിൻ്റെ പേര്, അവരുടെ ഫംഗ്ഷൻസിൻ്റെ പേര്, ഏത് വേണേലും ചോദിക്കാം. ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മളേതാ, ഇവിടെയൊക്കെ എളുപ്പമാണ്, പീനിയൽ ഗ്ലാൻഡ്, മെലാറ്റോണിൻ, ഒറ്റ ഹോർമോണിൻ്റെ പേര് മാത്രം പഠിച്ചാൽ മതി. ഇനി നമ്മൾ നേരത്തെ പാൻക്രിയാസ് പറഞ്ഞു, ഇൻസുലിൻ ഗ്ലൂക്കഗോണിൻ്റെ സെക്ഷൻ പറഞ്ഞില്ലേ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് പിറ്റ്യൂട്ടറിയുടെ കാര്യം. ഓക്കെ, പിറ്റ്യൂട്ടറിക്ക് 2 ദളങ്ങളുണ്ട്, 2 ലോബ്സ് ഉണ്ട്. ഇവിടെ ഹോർമോൺ ഉണ്ടാക്കും, ഇവിടെ ഹോർമോൺ സംഭരിക്കും. ഇവിടെ റിലീസിങ് ഹോർമോണിനെയും ഇൻഹിബിറ്ററി ഹോർമോണിനെയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ വാസോപ്രസിനെയും ഓക്സിറ്റോസിനെയും ഒക്കെയാണ് സംഭരിച്ചു വെക്കുന്നത്. ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും തമ്മിലുള്ള കണക്ഷൻ, ഹോർമോൺസിന്റെ മൊത്തം കാര്യം. ഇതിൽ തന്നെ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഗ്രോത്ത് ഹോർമോൺ ഉണ്ട്, കണ്ടോ, സൊമാറ്റോട്രോപ്പിൻ, ഗ്രോത്ത് ഹോർമോൺ. ഈ സൊമാറ്റോട്രോപ്പിക് ഹോർമോണിന്റെ അളവിലുള്ള വ്യത്യാസം കൊണ്ട് വരുന്ന ഡിഫക്റ്റുകൾ, ഇതും സാധാരണ ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ, അതൊക്കെ പഠിച്ചു വെക്കാം. പിന്നെ ടെസ്റ്റിസിലെയും ഓവറിയത്തെയും ഹോർമോൺസ് പഠിക്കാം. ഈ ചാപ്റ്ററിലുള്ള അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഫിറോമോണുകളാണ് കേട്ടോ. ഫിറോമോൺ എന്താണ്, ഫിറോമോണിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, എക്സാമ്പിൾസ് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളേ ഉള്ളൂ. പിന്നെ എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്ലാന്റ് ഹോർമോൺ, സസ്യങ്ങളുടെ ഹോർമോൺ. സാധാരണ ചോദിക്കാറുണ്ട് പ്ലാന്റ് ഹോർമോണിന്റെ സെക്ഷൻ, ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അത് സാധാരണ AB കോളായിട്ടോ അല്ലെങ്കിൽ ഹോർമോൺസിന്റെ പേര് വന്നിട്ട് ഇതുപോലെ തന്നെ പിക്ചറായിട്ട് തന്നിട്ടോ അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പ്ലാന്റ് ഹോർമോൺസ് പഠിച്ചു വയ്ക്കാം. അപ്പോൾ പറഞ്ഞ് ഞാൻ മൊത്തം പറയുമോ എന്നുള്ള കൺഫ്യൂഷനിലാണ് എനിക്ക്. കാരണം നമുക്ക് ബയോളജി ആയതുകൊണ്ടേ ഒന്നും അങ്ങ് ഒഴിവാക്കാൻ പറ്റില്ല. എന്നാലും നിങ്ങൾ ഇതെല്ലാം പഠിച്ചണമെന്ന് അങ്ങോട്ട് ഉറപ്പിക്കുക കേട്ടോ.
നമ്മൾ നാലാമത്തെ ചാപ്റ്റർ നോക്കുക, ഡിസീസ്, രോഗങ്ങളുടെ ചാപ്റ്റർ അല്ലേ. രോഗങ്ങളുടെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്ന റാറ്റ് ഫീവർ കേട്ടോ. കാണാണ്ട് അങ്ങ് വാരി വലിച്ച് പഠിക്കാൻ നിൽക്കണ്ട. രോഗത്തിന്റെ പേര്, രോഗകാരിയുടെ പേര്, ലക്ഷണം, അതുപോലെ തന്നെ രോഗം പകരുന്ന രീതി, അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എന്തെങ്കിലും ക്യൂറിന് വേണ്ടിയിട്ട് മെഡിസിൻ്റെ പേരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാക്സിൻ്റെ പേരോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് പഠിക്കുക. പിന്നെ ബാക്കി ഇതിന് എന്ത് മരുന്നാണ് കഴിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ കോമൺ ആയിട്ട് ബാക്ടീരിയ രോഗങ്ങൾക്ക് മൊത്തം ആൻറ്റിബയോട്ടിക്കുകൾ, പിന്നെ വൈറൽ ഡിസീസിന് ആൻറ്റിവൈറൽ മെഡിസിൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ബാക്ടീരിയ ഉണ്ടാക്കുന്ന അടുത്ത ഡിസീസ് ഡിഫ്തീരിയ. ഈ ചിത്രം തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഡിഫ്തീരിയ, ഇവിടെയും ബാക്ടീരിയയുടെ പേര് കൊടുത്തിട്ടുണ്ട്. കൊറീനി ബാക്ടീരിയം ഡിഫ്തി. പിന്നെ റാറ്റ് ഫീവറിൽ, എലിപ്പനിയുടെ ടോപ്പിക്കിൽ ലെപ്റ്റോസ്പൈറോസിസ് ഒക്കെ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പഠിച്ചു വെക്കാം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ട്യൂബർകുലോസിസ്. ട്യൂബർകുലോസിന്റെ ഈ ഒരു ബോക്സ് പഠിച്ചു വെക്കാം കേട്ടോ. പിന്നെ വൈറൽ ഡിസീസിൽ നിങ്ങൾ പഠിക്കേണ്ടത് ആരെയാണെന്നറിയോ? എയ്ഡ്സിനെ കുറിച്ചാട്ടോ. എയ്ഡ്സ് എങ്ങനെ വരുന്നു, എയ്ഡ്സ് എങ്ങനെ വരാണ്ടിരിക്കുന്നു, എയ്ഡ്സ് എന്താണ് എന്നുള്ള കാര്യം പഠിച്ചു വെക്കാം. വൈറൽ ഡിസീസിൽ എയ്ഡ്സ് പഠിക്കാം. ഇതൊക്കെ പിന്നെ സിമ്പിൾ ആണ്. റിംഗ് വോം, അത്ലറ്റ് ഫുഡ്, അതായത് വട്ടച്ചൊറി, പിന്നെ പുഴുക്കടി, ഈ അത്ലറ്റ് ഫുഡ് തന്നെയാണ് മലയാളത്തിലും പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ ഫംഗൽ ഡിസീസ് ആണ്, ഓർത്ത് വെക്കാം. പിന്നെയും ചോദിക്കുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മളെ മലേറിയ, മലമ്പനി. ഇതൊക്കെ ABC കോളായിട്ട് ഏത് രോഗം, രോഗകാരി, ലക്ഷണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ABC കോളായിട്ട് ഈ ഡിസീസിൻ്റെ ചാപ്റ്ററിന് വരാറുണ്ട് കേട്ടോ സാധാരണ. ഇനി നമ്മൾ ജനറ്റിക് ഡിസീസ്, ജനിതക രോഗങ്ങളുടെ ടോപ്പിക്കിൽ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ക്യാൻസർ, ഒന്നിനും ഒഴിവാക്കാൻ ഞാൻ പറയുന്നില്ല, മൂന്നും പഠിച്ചോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെന്ന് വേണേലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, സിക്കിൾ സെൽ അനീമിയൻ്റെ പിക്ചർ വന്നിട്ട് ചോദിക്കാം. ദെൻ പിന്നെ നിങ്ങൾ ഈ ഒരു സംഭവം പഠിച്ചു വയ്ക്കുക കേട്ടോ. നമ്മളെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലേ, നിത്യജീവിതം കൊണ്ടുണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾ, ഈ രോഗങ്ങളും അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും കൂടെ പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ പ്ലാന്റ് ഡിസീസും അനിമൽ ഡിസീസും ആണ്. ജസ്റ്റ് ഈ 2 ബോക്സ് മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുക. സാധാരണ ചോദിക്കാറുണ്ട്, 1 വേർഡ് ആയിട്ടോ ബോക്സ് ആയിട്ടോ ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി നമ്മൾ 5ാമത്തെ ചാപ്റ്റർ എടുത്താൽ മക്കളെ, ഡിഫൻസ്, പ്രതിരോധത്തിന്റെ അല്ലേ. അതിൽ ഈ സ്കിന്നിന്റെ കാര്യം പഠിക്കാം കേട്ടോ. അതിലൊക്കെ ഓരോരോ പോയിന്റുകൾ ചോദിക്കാറുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ദെൻ ഈ ന്യൂട്രോഫില്, അതുപോലെ തന്നെ മോണോസൈറ്റ്, അതിന്റെ കാര്യമൊക്കെ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് ഇതാ നമ്മുടെ വീങ്ങൽ പ്രതികരണം, ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്. ഇതിന്റെ മലയാളം മീഡിയം PDF ഞാൻ എല്ലാവരും ബുക്ക് നോക്കിയിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ഏതാണെന്നുള്ളത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, വീങ്ങൽ പ്രതികരണം പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഒരുപാടെന്ന് പറഞ്ഞ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫാഗോസൈറ്റോസിസ്. നിർബന്ധമായിട്ട് ഫാഗോസൈറ്റോസിസ് പഠിച്ചു വെക്കാം. ദെൻ രക്തം കട്ട പിടിക്കുന്നതിന്റെ സ്റ്റെപ്സ് പഠിച്ചു വെക്കാം. ഫീവർ ഉണ്ടാവുന്ന എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു വെക്കാം കേട്ടോ. ഫീവർ, പനി ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് പഠിച്ചു വെക്കാം. ഇനി ലിംഫോസൈറ്റ് 2 എണ്ണം ഉണ്ട്. ബി ലിംഫോസൈറ്റ്, ടി ലിംഫോസൈറ്റ്. ആ ബി ലിംഫോസൈറ്റ് എന്ത് ചെയ്യുന്നു, ടി ലിംഫോസൈറ്റ് എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാക്സിനേഷൻ ആണ്. വാക്സിനേഷൻ അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. AB കോളായിട്ട് രോഗങ്ങളുടെ പേരും വാക്സിൻ്റെ പേരും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ വാക്സിൻ ആയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് അവിടെ പഠിച്ചു വയ്ക്കാം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബോക്സ് ആട്ടോ. സ്പെഷ്യലൈസേഷനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട മേഖല, അതായത് ഓങ്കോളജി, കാർഡിയോളജി, ന്യൂറോളജി, ENT, അതൊക്കെ എന്തിൻ്റെ ചികിത്സയാണ് സാധാരണ എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ആ ടോപ്പിക്കിൽ. അതുപോലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ആൻറ്റിബയോട്ടിക്. ആൻറ്റിബയോട്ടിക്കും ചോദിക്കാറുണ്ട്. ആൻറ്റിബയോട്ടിക് എന്താണ്, ഫസ്റ്റ് ഡിസ്കവേർഡ് ആൻറ്റിബയോട്ടിക് ഏത്, ആദ്യം കണ്ടെത്തിയ ആൻറ്റിബയോട്ടിക് ഏതാണ്, ഇതിനെക്കാട്ടൊക്കെ ഇമ്പോർട്ടൻറ്റ് ആൻറ്റിബയോട്ടിക്കിൽ എന്താ അറിയോ ചോദിക്കുക. കൂടുതലായിട്ട് ആൻറ്റിബയോട്ടിക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും നമ്മുടെ ശരീരത്തിന്. ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുക. അതാണ് കേട്ടോ ഇവിടെയുള്ളത് 3 പോയിന്റുകൾ. സ്ഥിരമായിട്ട് ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അതവിടെ പഠിച്ചു വയ്ക്കുക. പിന്നെ എക്സാമിന് സാധാരണ ചോദിക്കുന്ന ഒരു ടോപ്പിക്ക് ബ്ലഡ് ഗ്രൂപ്പ് ആട്ടോ. ബ്ലഡ് ഗ്രൂപ്പുകളും ആൻറ്റിജനുകളും ആൻറ്റിബോഡികളും. ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്, ആൻറ്റിജൻ ഏതൊക്കെയാണ് വരിക, ആൻറ്റിബോഡികൾ ഏതൊക്കെയാണ് വരിക, ആർക്ക് ആരുടെ ബ്ലഡ് വാങ്ങാൻ പറ്റും. ഒരു ബ്ലഡ് ഗ്രൂപ്പിൽ ആൻറ്റിജൻ D ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ, അല്ലെങ്കിൽ ഒരു ബ്ലഡ് ഗ്രൂപ്പിൽ ആൻറ്റിജൻ Aയും ആൻറ്റിജൻ Dയും ഉണ്ട്, അത് ഏത് ഗ്രൂപ്പ് ആയിരിക്കും, ആൾക്ക് ആരുടെ രക്തം വാങ്ങാം, അങ്ങനെയുള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് കേട്ടോ ആ ചാപ്റ്ററിൽ അത്രയും പഠിച്ചു വെക്കാം. പിന്നെ ഡിഫൻസ് അല്ലേ, പ്ലാൻ ഡിഫൻസ്, അവിടുന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് ക്യൂട്ടിക്കിള്, ബാർക്ക്, അതായത് പുറന്തൊലി, അതുപോലെ തന്നെ കാലോസ്, അങ്ങനത്തെ കുറച്ച് പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ 6ാമത്തെ പാഠം അതുപോലെ തന്നെ നല്ല രീതിയിൽ മാർക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 6ാമത്തെ പാഠത്തിൽ നമുക്ക് ചോദിക്കാൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്. എല്ലാം ഒന്നും പറയുന്നില്ല. ഇതിൽ നമ്മളോട് ഈ പിക്ചർ വരയ്ക്കാനായിട്ട് ഈ ഒരു പിക്ചർ ഒരു സ്വഭാവം വെച്ചിട്ടും 2 സ്വഭാവം വെച്ചിട്ടും നമുക്ക് ഈ ഒരു പിക്ചർ വരുന്നുണ്ട് അല്ലെ. ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്, വർഗ്ഗസങ്കരണ പരീക്ഷണം വരുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാനൊന്നും ഉണ്ടാവില്ല. ഇതിന് നമ്മളെ F1 1ാം തലമുറ തന്നിട്ട് 2ാം തലമുറ വരയ്ക്കാനോ 1ാം തലമുറയുടെ സവിശേഷത എഴുതാനോ, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചിട്ടിട്ട് അവിടേക്ക് ഏത് ലെറ്റർ വരും, ഭയങ്കര സിമ്പിൾ ആയിരിക്കും. പക്ഷെ അത് ചെയ്യാൻ അറിയണം, നല്ലത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലത്തെ ബോക്സ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. 2 സ്വഭാവങ്ങളുടെ ഈ ഒരു ബോക്സ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വരാറുണ്ട്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് DNA
എയും RNAയും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. DNA എന്താണ്, RNA എന്താണ്, രണ്ടിന്റെയും പേരുകൾ, രണ്ടിലും തമ്മിലുള്ള ഘടകങ്ങളുടെ വ്യത്യാസം. ഈ ഒരു സാധനം വൺ വേർഡ് ആയിട്ട് വരും. ഈ ഒരു പിക്ചർ തന്ന ന്യൂക്ലിയോടൈഡ് ആണത്. ഇത് പഞ്ചസാര തന്മാത്ര, ഷുഗർ മോളിക്യൂൾ, ഇത് ഫോസ്ഫേറ്റ്, ഇത് നൈട്രജൻ ബേസ്. വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ അത്. അതുപോലെ തന്നെ RNAയുടെ കാര്യം. പിന്നെ വളരെ ഷുവർ ആയിട്ട് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ നിർമ്മാണം. ചിത്രം തന്നിട്ട് ചോദിക്കാം ഇത് ഏത് പ്രവർത്തനമാണ്, എങ്ങനെയാണ് ചെയ്യണത്, എന്താ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റെപ്സ് തരും, തെറ്റിച്ച് തരും, എന്നിട്ട് കറക്റ്റ് ആക്കിയിട്ട് പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ ഘട്ടങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് പറയാം. അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ജസ്റ്റ് കുറച്ച് പേര് പഠിച്ചാൽ മതി. സൊമാറ്റിക് ക്രോമസോം, അതായത് സ്വരൂപ ക്രോമസോം, പിന്നെ ലിംഗനിർണ്ണയ ക്രോമസോം, സെക്സ് ക്രോമസോം, എക്സ് എന്താ, XY എന്താ, Y ക്രോമസോം ആരുടെയാണ്, X ക്രോമസോം ആരുടെയാണ്, സൊമാറ്റിക് ക്രോമസോമുകൾ എല്ലാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കോമൺ ആയിട്ട് ഒരുപോലെ ഇരിക്കുന്ന എത്ര ക്രോമസോം ഉണ്ട്, അതിനെന്താ വിളിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. ഈ 44+XX, 44+XY അതൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ എക്സാം പേപ്പറിൽ കാണുന്ന ഒരു ടോപ്പിക്കാണ് ഈ ക്രോമസോമിന്റെ മുറിഞ്ഞു മാറൽ, ക്രോസിംഗ് ഓവർ എന്ന് പറയും കേട്ടോ. ഇത് എന്തിനാണ്, എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത് എന്നുള്ളത് ചോദിക്കാം. അതുപോലെ വേറൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഇതാ നമ്മുടെ പേജ് നമ്പർ 110 കുഞ്ഞ് ആണോ പെണ്ണോ, ചൈൽഡ് മെയിൽ ഓർ ഫീമെയിൽ. ഇതാ ഈ ഒരു പിക്ചർ മാത്രം പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് കുട്ടിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു കുട്ടി ആണോ പെണ്ണോ തീരുമാനിക്കുന്നത് മദർ ക്രോമസോം ആണോ ഫാദർ ക്രോമസോം ആണോ എന്നുള്ള കാര്യമാണ് അതിൽ വരുന്നത് കേട്ടോ. അത്രയും കാര്യങ്ങൾ ആ ചാപ്റ്ററിൽ പഠിച്ചു വെക്കാം. ഇനി നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ, അതായത് ജനറ്റിക്സ് ഓഫ് ഫ്യൂച്ചർ, നാളെയുടെ ജനിതകത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇതാ ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. നിങ്ങളോട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, മോഡലിന് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ വരാൻ ഇനിയും ചാൻസ് ഉള്ള ടോപ്പിക്കാണ് ഇൻസുലിൻ്റെ നിർമ്മാണത്തിന്റെ ഘട്ടങ്ങൾ കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ടോപ്പിക്കിൽ മൊത്തം നിങ്ങൾ 2-3 പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. എന്താണ് ജനറ്റിക് സിസ്, ജനിതക കത്രിക, ജനറ്റിക് ഗ്ലൂ, ജനിതക പശ, വെക്ടർ, വാഹകർ, അതെന്താണ് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്താ ഹ്യൂമൻ ജീനോം പ്രൊജക്ട്, മനുഷ്യ ജീനോം പദ്ധതി, ജീൻ മാപ്പിംഗ്, ജങ്ക് ജീന്, ഈ പറഞ്ഞ പേരുകളൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതാ ഇന്റർഫെറോൺ, ഇൻസുലിൻ, എൻഡോർഫിൻ, സൊമാറ്റോട്രോപ്പിൻ, ഈ പറഞ്ഞ ചികിത്സക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീനുകളും അവർ ഉപയോഗിക്കുന്ന രോഗങ്ങളോ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളോ ഇത് വൺ വേർഡിന്റെ സെക്ഷനിൽ ചോദിക്കാറുണ്ട് കേട്ടോ. പഠിച്ചു വെക്കണേ, അത് മറക്കരുത്. ഓക്കെ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് DNA ഫിംഗർ പ്രിന്റിംഗ് ആണ്. ഉറപ്പായിട്ടും DNA ഫിംഗർ പ്രിന്റിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ വരും. DNA ഫിംഗർ പ്രിന്റിംഗ് എന്താണ്, DNA ഫിംഗർ പ്രിന്റിംഗ് അല്ലെങ്കിൽ DNA പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഫിംഗർ പ്രിന്റിംഗ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്, ഇത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ ശരീരഭാഗങ്ങളിൽ നിന്നാണ് DNAയുടെ ന്യൂക്ലിയോടൈഡിന്റെ ക്രമീകരണം അല്ലെങ്കിൽ DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ അടിസ്ഥാനം, ബേസ് എന്താണ്. അതുപോലെ തന്നെ ഇതാ ഈ കുറച്ച് കുറ്റവാളികളെ കണ്ടെത്തുന്ന രീതി, ഈ ഒരു പിക്ചർ, ഈ ടോപ്പിക് കംപ്ലീറ്റ് പഠിച്ചോ ഏത് വേണമെങ്കിലും വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. ഓക്കെ. ഇനി നമ്മുടെ 8ാമത്തെ പാഠം എടുക്കുകയാണെങ്കിൽ 8ാമത്തെ പാഠത്തിൽ ഇതാ ഈ നമ്മളെ കെമിക്കൽ എവല്യൂഷൻ തിയറി, രാസപരിണാമ സിദ്ധാന്തം ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ, പഠിച്ചു വെക്കണേ. കെമിക്കൽ എവല്യൂഷൻ തിയറി പഠിച്ചു വെക്കണം. അതുപോലെ നിങ്ങൾ ഇനി പഠിക്കേണ്ട വേറൊരു കാര്യമാണ് ഡാർവിനിസം. ഡാർവിനിസം എന്ന് പറയുമ്പോൾ ഡാർവിൻ്റെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം, അതായത് നാച്ചുറൽ സെലക്ഷൻ തിയറി. ഇത് ഇങ്ങനത്തെ ചിത്രമായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. പോയിന്റ്സ് തന്നിട്ട് കറക്റ്റായിട്ട് ഓർഡർ ആയിട്ട് ഫ്ലോ ചാർട്ട് എഴുതാൻ വേണ്ടിയിട്ടും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഡാർവിനിസം പഠിച്ചു വെക്കുക. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് പരിണാമത്തിന്റെ തെളിവ് കേട്ടോ, എവിഡൻസ് ഓഫ് എവല്യൂഷൻ. പരിണാമത്തിന്റെ തെളിവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും അതിലെ ഫോസിൽ നിന്നോ ഒന്നുകിൽ ഫോസിലിന്റെ ടോപ്പിക്കിൽ നിന്നായിരിക്കും ഒരു ഒന്നുകിൽ പരിണാമത്തിന്റെ എവിഡൻസ് ചോദിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ചോദിക്കുക ഏതായിരിക്കും മക്കളെ, ഏതാ നമ്മളെ പല്ലി, വവ്വാല്, അതുപോലെ തന്നെ തിമിംഗലം, ഇവരുടെ തമ്മിലുള്ള കമ്പാരിസൺ ആയിരിക്കും ചോദിക്കാറുള്ളത്. അത് രണ്ടും അധികവും ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ ബാക്ടീരിയയുടെ കാര്യം കൂടെ അല്ലേ ഉള്ളൂ, അതങ്ങ് പഠിച്ചു വെച്ചോ കേട്ടോ. അതുപോലെ ചിമ്പാൻസിയും ഗൊറില്ലയും മനുഷ്യനും എലിയും തമ്മിലുള്ള ഹീമോഗ്ലോബിനിലെ ബീറ്റാ സെല്ലിലെ അമിനോ ആസിഡുകളുടെ ഓർഡറിലുള്ള വ്യത്യാസം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മനുഷ്യന്റെ എവല്യൂഷനിൽ ഇതാ ഈ പേരുകൾ, ഇത് ഓഡ് വണ്ണ് ചോദിക്കാൻ, ഒറ്റപ്പെട്ടത് കണ്ടെത്തുന്നതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കുരങ്ങ്, ഗിബൺ, ഒറാങ്ങുട്ടാൻ, ഗൊറില്ല, ചിമ്പാൻസി, മനുഷ്യൻ. ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുരങ്ങാണ് കേട്ടോ, മങ്കിയാണ്. ഓക്കെ, ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ നിങ്ങളിതാ ഈ ഒരു പേരുകൾ പഠിച്ചു വെക്കണേ. ബാക്കി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിനെക്കുറിച്ച് പഠിക്കേണ്ട. ഈ ആർഡിപിത്തക്കസ് റാമിഡസ്, ആസ്ട്രോലോപിത്തക്കസ് അഫറൻസിസ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ നിയാൻഡർതാലൻസിസ്, ഹോമോ സാപ്പിയൻസ്, ഈ പേരുകൾ ഉണ്ടല്ലോ, അതായത് നമ്മുടെ മനുഷ്യന്റെ എവല്യൂഷൻ, ഹ്യൂമൻ എവല്യൂഷൻ, മനുഷ്യ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ, ഇത്രയും ടോപ്പിക്കുകൾ എന്നൊക്കെ റിപ്പീറ്റ് ചെയ്ത് എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല, എന്നാലോ ഒരുവിധം അധികം ഒഴിവാക്കിയിട്ട് പറഞ്ഞിട്ടില്ല. കാരണം അധികം ഒഴിവാക്കി പറയാൻ പറ്റില്ല. A+ നേടലാണല്ലോ നമ്മളെ ലക്ഷ്യം അല്ലേ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ മൊത്തം നിങ്ങൾ പെർഫെക്റ്റ് ആക്കി പഠിച്ചിട്ടുണ്ടോ ഉറപ്പായിട്ട് A+ കിട്ടും. കാരണം എല്ലാ ചാപ്റ്ററിലും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്ന എല്ലാ ടോപ്പിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിന് മുഴുവൻ പഠിക്കാൻ കഴിയാത്തവർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ കുറച്ചിട്ട് പഠിക്കാം. ഓക്കെ, ഞാൻ കുറച്ച് പഠിക്കാനൊന്നും ആരും പ്രോത്സാഹിപ്പിക്കില്ല. മുഴുവൻ പഠിച്ചു പോവാൻ നമുക്ക് നല്ല റിസൾട്ട് തന്നെ വാങ്ങാം. മക്കളെ, ബയോളജിയിൽ ഇത്രയും കാലം റിപ്പീറ്റ് ചെയ്ത് വന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മൊത്തം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഇടണോ ലോങ് വീഡിയോ ഇടണോ, ഒറ്റ വീഡിയോയിൽ മൊത്തം ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകണം എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതിനനുസരിച്ച് ഞാൻ വീഡിയോ എടുക്കുള്ളൂ. കാരണം ഒരുപാട് വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉണ്ടാവില്ല. നിങ്ങൾ വീഡിയോ
വരുന്നത് അറിയുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 2-3 വീഡിയോയിൽ ഒതുക്കണോ അല്ലെങ്കിൽ കുറച്ച് കുഞ്ഞു സമയം കൊണ്ട് കുറേ വീഡിയോസ് ആക്കണോ ഒക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ അഭിപ്രായം പറയാം, വീഡിയോ എങ്ങനത്തെ വേണം എന്നുള്ളത്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും സെലക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ടോപ്പിക്കിൽ നിന്നൊക്കെ ഉറപ്പായിട്ടും വരുള്ളൂ. അത് അതുപോലെ വന്നിട്ടില്ലെങ്കിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യനും ആൻസറും നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിച്ചു പോവുക. വീഡിയോ വരാനുണ്ട്, വീഡിയോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഇല്ലെങ്കിലും ഇടയ്ക്ക് ചാനലും നോക്കുക, വീഡിയോ ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോസും കണ്ടുപോവുക. നമ്മൾ SLC ബയോളജിൻ്റെ പ്ലേലിസ്റ്റിൽ പ്രീവിയസ് വീഡിയോസ് കുറേ ഉണ്ട്, കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കാണുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.